ഇന്ന് നമ്മുടെ ഈ വ്ളോഗ് എന്ന് പറയുന്നത് ഗൗരിക്കുള്ളൊരു ബ്രൈഡ് ടു ബി സർപ്രൈസ് ആണ്. പട്ടി നാറി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. കൊറേ നേരമായിട്ട് ഫോൺ നോക്കി ചിരിക്കില്ല. അപ്പൊ ഞാൻ അറിയാതെ എനിക്കുള്ള ബോയ് ഫ്രണ്ട് സെറ്റ് ആയിട്ടുണ്ടോ? രണ്ട് നല്ല വർത്തനം എന്നെ പറ്റി പറയാൻ അമ്മ മാത്രമേ. അവിടെ മറ്റേ ബീച്ചിട്ട് നോക്കണേ. ഹലോ ഗായ്സ്, വെൽക്കം ടു മോനിഷാസ് ചാനൽ. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് സഹാറ സെന്റർ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. സെന്ററോ മോളോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഗൗരിക്ക് സഹാറ സെന്റർ കാണിച്ചു. കാരണം ഗൗരി നാളെ മറ്റന്നാ പോവുകയാണ് നാട്ടിലോട്ട്. സഹാറ സെന്റർ കാണാതെ നാട്ടിൽ പോകുന്ന നിർബന്ധം. ഞങ്ങൾ സഹാറ സെന്റർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 11 മണിക്ക് 11 കഴിഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സച്ചുവിനെ കാണാൻ പോണം, ഒരു എമിറേറ്റ്സ് ഐഡി വാങ്ങാൻ. ഹായ് ഗായ്സ്, അങ്ങനെ ഞാനിപ്പോ ഒരു ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഗൗരീനെ കൊടുത്തിട്ട് ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ വേണ്ടി കയറ്റി വിട്ടേക്കുവാണ്. ഇന്ന് നമ്മുടെ ഈ വ്ളോഗ് എന്ന് പറയുന്നത് ഗൗരിക്കുള്ളൊരു ബ്രൈഡ് ടു ബി സർപ്രൈസ് ആണ്. സോ ഗൗരിക്ക് അത് അറിയില്ല. ചെറുക്കന്മാർ അവിടെ സച്ചുവിന്റെ റൂമിലെത്തി എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൗരി വിചാരിക്കുന്നത് നമ്മൾ സച്ചുവിനെ എമിറേറ്റ്സ് ഐഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്നാണ്. ആക്ച്വലി ഗൗരിക്ക് വേണ്ടിയിട്ടുള്ള ബ്രൈഡ് ടു ഗൗരി മറ്റൊരു നാട്ടിൽ പോവാണ്. സോ നമ്മളൊരു ബ്രൈഡ് ടു ബി സർപ്രൈസ് കൊടുക്കാനുള്ള വെയിറ്റിംഗ് ആണ്. സോ അവള് ട്രൈ ചെയ്യാണ്. നമുക്ക് നോക്കാം എങ്ങനെയാവും എന്താന്നുള്ളത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മളിത് ചെയ്തത്. ഞാൻ വളരെ പതുക്കെ സംസാരിക്കുന്നത്. വിൽ സി. തെണ്ടി, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? അല്ല, വായിക്കാറിയാൻ പോലത്തെ ഞാനൊരു മണ്ടനാന്ന് പറഞ്ഞതാ. നെസ്റ്റോലൊരു ബൈ. ഇത് വന്നതാണ്. ഇന്ന് പോവുക, നാളെ രാവിലെ പോകും. നമ്മൾ ഇവിടെ പ്രൈവറ്റ് വന്നതാണ്. ഇത് സ്റ്റാൻലി ചേട്ടനാണ്, നമ്മുടെ മത്സരന്റെ ഫ്രണ്ടാണ്. സച്ചു പരിചയപ്പെടുത്താനുള്ള സ്റ്റാൻലി ഇതാണ്. ഇതെങ്ങനെ രീതി ഹാപ്പി മാരീഡ് ലൈഫ്. അങ്ങനെ ഗൗരിയുടെ കല്യാണം തള്ളകൂടി കെട്ടിപ്പോകുന്നു. ഇനി എന്റെ കുറച്ച് പൈതങ്ങൾ മാത്രം കല്യാണം കഴിക്കാറുണ്ട്.
എന്ത് അടിപൊളിയാവാൻ, എന്തായാലും ഇതൊന്നും വലിയ അടിപൊളിയാവാൻ കൊടുത്തത്. ബിസിനസ് ക്ലാസ് എമിറേറ്റ്സിൽ നിന്ന് കൊണ്ടുവന്നാണ്. അവരൊട്ടും കഴിച്ചില്ലല്ലോ. ഇതിന് കുടിക്കണം. ഇതാ സാധനം ഉദ്ദേശിച്ചത്. ഓ നോട്ടെ നോട്ടെ സച്ചു 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 കഞ്ചി ഈ സാധനമാണ് പക്ഷെ കിട്ടിയത് എക്സ്പെക്ട് ചെയ്തു. ഈ സാധനം ഓ ഇതാന്ന് റൂമിൽ കൊണ്ട് കടത്തിക്കാൻ ഇന്ന് നിന്റെ ഡേ ആണ്. ഇന്ന് ഇതാണ് നിന്റെ ഡേ. ഇല്ലാന്നല്ലേ കഷായം കുടിച്ചിട്ടാണ് കഴിക്കുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ശ്യാമേ വാ ഇങ്ങോട്ട്, വാ ഇങ്ങോട്ട്. ചേട്ടാ നിങ്ങൾ കൊറേ നേരം താഴെ പോയി അല്ല നീ വിളിച്ചു കിട്ടി. ഗൗരിയുടെ കൂടെ ഗൗരി ഒന്ന് ചോദിച്ചു നോക്കട്ടെ. പറ്റുമോ? പറ്റുമോ? നിനക്ക് സമ്മതാണോ? കുഴപ്പമില്ല, അതായത് ഇപ്പോഴേ പറ്റൂ. എന്താ തുറന്നു കലണ്ടറോ തുറന്നോക്കട്ടെ. അത് അങ്ങനെയാണെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കണം. എനിക്ക് കല്യാണം കഴിക്കണം. ആ കാരണം സ്റ്റേറ്റ്മെന്റ് വന്നു. നിങ്ങളുടെ കഴിഞ്ഞിട്ട് അല്ല ഇതെന്തായാലും അവളുടെ അതൊന്ന് കാണിച്ചു തരില്ല. ടൈറ്റ് ആയവർക്ക് കിട്ടാൻ ടൈറ്റ് ആയി. എന്താ പറയാനുള്ളത് US വന്നിട്ട് ഇവളുടെ കല്യാണത്തെ പറ്റി? ചെറുപ്പം നല്ല പ്രായം നല്ല പ്രായം ഉണ്ട് അവർക്ക്, നല്ല പ്രായം തോന്നില്ലെങ്കിലും നിന്നെ സർപ്രൈസ് എനിക്ക് മനസ്സിലായില്ല. എല്ലാരും നിക്കുന്നു. ഇനി അവർ ബർത്ത്ഡേ ഫോട്ടോ നോക്കി എന്തിനാ കൊറേ നേരമായിട്ട് ഫോൺ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അറിയാതെ എനിക്കൊല്ല ബോയ് ഫ്രണ്ട് സെറ്റ് ആയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ താൻ ശരിക്കും സഹാറ സെന്ററിൽ കയറി എന്തിനാ? വെറുതെ നിന്നെ ലേറ്റ് ആക്കിക്കാൻ. ബാത്റൂമിൽ കയറിയതോ? അടിപൊളിയാവട്ടെ കല്യാണമൊക്കെ വരാൻ പറ്റുന്ന കേട്ടാ. ഇനി ഒന്നും പറയല്ലേ. അങ്ങനല്ല വിഷയമാണ്. അതുണ്ടോ വീഡിയോയില്? ഞാനാണ് കറക്കുന്ന കൈ സച്ചു മുഖം അതാണ് ഞാൻ ക്യാമറ ആന്റി ടർണിഷ്. ആന്റി ടർണിഷ് അല്ല, ഞാൻ ഗിഫ്റ്റ് തരാൻ ആന്റി എന്താണ് ഇത്? മറ്റേ ആന്റി ആന്റി ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇതാണ് കിറ്റാണ് കാണിക്കണം പിന്നെ പിന്നെ ഫോണ് അതിന് മാത്രമൊക്കെ നീ അത് 500 വാട്സാപ്പാണ്. എനിക്ക് എക്സ്പെൻസീവ്. ഞാൻ ഐഫോൺ എന്നുള്ളതൊന്നും ആയിട്ടില്ല മോനൂന്ന്. രണ്ടുപേരും കല്യാണമായി. ഇപ്പൊ അതിന്റെ പേരെന്താ? റിഷാദ്, ഗൗരി. നീ പിന്നെ 4 പേരെ കെട്ടിക്കാട്ടോ. അത് കഴിഞ്ഞ പിന്നെ മെഹബിൻ, അനു, മോന്റെ പേരെന്താ? പ്രജ്വൽ, സച്ചു. ഇനിയും കേട്ടോ എനിക്ക്.
രണ്ട് നല്ല വർത്തനം എന്നെ പറ്റി പറയാൻ അമ്മ മാത്രമേ ഞാൻ 4 മാസമായി വന്നിട്ട് ഗൗരിക്ക് രാവിലെ വിളിച്ച് എന്ത് കാര്യം കടയിലേക്ക് വിളിച്ച് പറയണം പറഞ്ഞ അപ്പൊ തന്നെ വിളിച്ച് പറയും. അതെന്താ ഞാൻ വിളിച്ചു പറയില്ലേ? പറയില്ലേ സ്പീഡ് ഗൗരി മോള്. എന്നാ ശരി, ഇനി ഗിഫ്റ്റ് പൊട്ടിക്കാൻ എന്നിട്ട് തള്ളേക്കാം. ഫോണ് മേടിച്ചേ ബില്ലും ഉണ്ടോടോ? അറബിക് വോയിസ് നിന്റെ മാനേജർക്ക് സിഒ അമ്മ ഓറാക്കി കാര്യല്ലേ മെഹബീനെ ഓ കാര്യല്ലേ ഞാനിപ്പോ പറഞ്ഞു. പിന്നല്ലേ സ്ക്രീൻ ഇവിടെ 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 ഓക്കെ. പ്രതീക്ഷിച്ചില്ല ശരിക്കും. പ്രതീക്ഷിച്ചപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല 24 മണിക്കൂർ. ഞാൻ പോയി വാങ്ങിക്കൊണ്ടതാ. അമ്മ പോയി മേടിച്ചാ എവിടുന്ന്? എന്റെ തള്ള ആരെങ്കിലും തള്ളാന്ന് കേൾക്കോ? കൊറിയർ ചെയ്യാന്ന് മനസ്സിലായില്ല നിനക്ക്. അതിനുള്ള ബുദ്ധി ദൈവം കൊടുത്തുള്ളല്ലോ. അത്രക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഇപ്പൊ കല്യാണം പോകുന്നില്ല. നല്ല കട്ടയാണ്. അവിടെ മറ്റേ ബീച്ചിട്ട് നോക്കണേ. ഇതിന്റെ ശല്യം ഉണ്ടല്ലോ. എനിക്ക് ഫോൺ മേടിച്ചു എനിക്കിങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല വെറുതെ. അയ്യോ അവിടെ കരിഞ്ഞു വേണം പാവണം. സ്പെഷ്യൽ അല്ലേ? നീ സൂക്കിയുടെ സ്പെഷ്യൽ അല്ലേ? മാത്രം കട്ടാക്കി സോറിട്ടാ മതിയാ. ഇത് കാര്യല്ല, ഇത് പൊട്ടനും പറ്റിച്ച് ബോട്ടും കിട്ടുന്ന അവസ്ഥ വെച്ചിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും വിചാരിച്ചോ? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. സർപ്രൈസ് ആയില്ലേ? അത് സ്റ്റെഡിക്കാണ്ട് പോയപ്പോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോ ഹാപ്പി? ഫ്ലിപ്പ് ആഗ്രഹിച്ചതാണ്. അപ്പൊ അവള് വാങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചതാണ്. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവൾക്ക് വാങ്ങാൻ പറ്റില്ല. ഇത്ര സൂം കണ്ടെടുക്കില്ല. ഒന്നും നിർത്ത് പ്ലീസ്. ഓ, അവള് പറഞ്ഞ നിർത്താൻ ഒഫീഷ്യലി ഗൗരിക്ക് സ്വന്തമായി വീട് ഫോൺ ഉണ്ടായിരിക്കുന്നു. കമ്പനി ഫോൺ 14 Pro Max അവൾക്ക്. ഇതവളുടെ തമാശക്കാരൻ തന്നെ. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഗൗരിയുടെ ബ്രൈഡ് ടു ബി സെലിബ്രേറ്റ് ചെയ്തേക്കുവാണ്. നമ്മുടെ വിഷാദിന്റെ ബ്രൈഡ് ടു ബി അല്ല ഗ്രൂം ടു ബി ഉണ്ടായിരുന്നു. അങ്ങനെ വന്നത് അവന്റെ ഉമ്മ കെട്ടിൽ പോയി എല്ലാവർക്കും പപ്സും ചായയും കൊടുത്തിട്ട് റിഷാദിന്റെ നമ്മള് മനോഹരായിട്ട് തന്നെ ചെയ്തതല്ലേ? നന്നായിട്ട് തന്നെ. റിഷാദിന്റെ നമ്മളൊരു രാത്രി അന്ന് അടുപ്പിച്ചെന്താ വർക്കോ എന്തോ ഉണ്ടായിരുന്നില്ല പിന്നെ
അതുകൊണ്ട് നമ്മള് ഋഷാദിന്റെ ഒരു രാത്രി ലേറ്റ് ആയിട്ട് നമ്മൾ പിന്നെ ഋഷാദിന്റെ പിന്നെന്താ അന്ന് സച്ചിനെ വിളിച്ചു, സച്ച് വന്നില്ല. അത് അമ്മ മറ്റേ ഒമാനില് കുടുങ്ങി കിടക്കുന്ന സമയം. അങ്ങനെ ലാസ്റ്റ് അമ്മ വന്ന് 10:30 എത്തി. നമ്മളൊരു 1 മണിയായിട്ടാ കേക്ക് മുറിച്ച്. എന്നാലും ഋഷാദിനും ഹാപ്പി ആയെന്നാണ് എന്റെ വിശ്വാസം. ഋഷാദ് നാളെ പോവുകയാണ് ഹണിമൂൺ മണാലിയിലോട്ട്. കറക്റ്റ് അല്ലേ? അവന് ഹണിമൂണിൽ 21 മുതൽ അവൻ ഹണിമൂൺ ആഘോഷിക്കാണ്. ഗൗരി അടുത്ത പ്രാവശ്യം ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടിട്ട് പിന്നെന്താ മണാലിയിൽ പോകുമ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എല്ലാവർക്കും ഇനി എന്റെ ആഗ്രഹം എന്താ വെച്ചാ പ്രജുൽ, അനു, മെഹബിൻ, ശ്യാം തുടങ്ങിയവർ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കരുത്. എനിക്ക് താങ്ങില്ല. പതുക്കെ വളരെ പതുക്കെ സമയം എടുത്ത് കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറയുന്നു. ഈ വർഷം കല്യാണം കഴിക്കുക. ഈ വർഷത്തെ ബഡ്ജറ്റ് തീർന്ന് ആദ്യ വർഷം കല്യാണം കഴിക്കരുത്. അനു കല്യാണേ ചിന്തിക്കരുത്. എനിക്ക് നിന്നോട് നിന്റെ ഒരു പ്രതീക്ഷ ഉള്ളൂ, പെണ്ണിട്ടില്ല എന്നുള്ളത്. അവനങ്ങനെ പിന്നെ എന്റെ കല്യാണത്തിന് ഇവരെല്ലാരും 10 പവൻ വീതം തരും. ആ ഒരു പ്രതീക്ഷ അനു 10 അല്ലേ 10 പവന് പോർഷൻ കൊടുക്കല്ലേ? 10 പവന് സച്ചി കൊടുക്കും, 10 പവന് ശ്യാമ് കൊടുക്കും, 10 പവന് മോന് കൊടുക്കും. കാറ് കൊടുക്കുന്നോ? മറ്റേ കാർ അവന് മറ്റേ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്ത അതേ കാർ സോ ഞങ്ങൾ ബാക്കിയുള്ള കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം. കുറെ പരിപാടികൾ യൂട്യൂബിൽ ഇല്ലാത്ത പരിപാടികൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം.